ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഞാനിടുന്ന ഇതുപോലെ വ്യത്യസ്തങ്ങളായ വീഡിയോകൾ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇന്നലെ കെട്ടുകലക്കി കുറച്ച് മീനൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളത് കണ്ടിട്ടുണ്ടാവും. കാണാത്തവർക്കാണെങ്കിൽ ഞാനിവിടെ കൊടുത്തേക്കാം, ഐ ബട്ടണിൽ അമർത്തിയാൽ മതി കേട്ടോ. അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കും, നല്ല വീഡിയോ ആയിരുന്നു. പിന്നെ ഇപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇന്നലെ പിടിച്ചിട്ടുണ്ടായ, അതായത് ഈ വീഡിയോക്ക് തൊട്ട് മുമ്പായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്ന ആ മീനുകളെടുത്ത് അതിൽ കുറച്ച് കരിമീൻ എടുത്തിട്ട് നമ്മൾ പൊള്ളിക്കുകയാണ്. അപ്പോൾ പൊള്ളിക്കുന്നതിൻ്റെ വീഡിയോ ആണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇവരാണ് നമ്മുടെ ഇന്നത്തെ താരങ്ങൾ കേട്ടോ. ഇത് കണ്ടോ, ഈ രണ്ട് കരിമീനാണ് നമ്മൾ എടുത്തേക്കുന്നത്. കരിമീനൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്ലീൻ ചെയ്ത് നന്നായിട്ട് ഇങ്ങനെ വരഞ്ഞ് വെച്ചേക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം. 2 സവാള എടുത്തിട്ടുണ്ട്, കുറച്ച് ചുവന്നുള്ളി നന്നാക്കി വെച്ചിട്ടുണ്ട്, ഒരു ഇത്തിരി ഇഞ്ചിയും പിന്നെ 3-4 വെളുത്തുള്ളി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളക് 2 എണ്ണം, പിന്നെ കുടംപുളി ഒന്ന് ചെറുതായിട്ട് കീറി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് വഴറ്റാനുള്ള ഐറ്റംസാണ്. ഇതെടുത്തേക്കണമെന്ന് വെച്ചാൽ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തിട്ട് അരച്ച് മസാല ആക്കിയിട്ട് ഇതിൽ, അതായത് നമ്മുടെ കരിമീനത്തിൽ തേച്ച് പിടിപ്പിക്കാനുള്ള സംഭവമാണ് ഇത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അതിൻ്റെ നോക്കാം. മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇഞ്ചിയുടെ ചെറിയ കഷ്ണം 4 വെളുത്തുള്ളിയും എടുത്ത് ഇതിലേക്കിട്ട്, മുളക് പൊടി ഒരു 3 ചെറിയ സ്പൂണാണ് കേട്ടോ, 3 സ്പൂൺ മുളക് പൊടി എടുക്കുന്നുണ്ട്. പിന്നെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ട്. ലേശം ഉപ്പെടുക്കുക, ഉപ്പൊക്കെ കുറച്ചെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് മിക്സിയിൽ വെച്ച് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മീനിലേക്ക് തേച്ച് പിടിപ്പിക്കാം കേട്ടോ. മീൻ നന്നായിട്ട് ഇങ്ങനെ വരഞ്ഞൊക്കെ വെച്ചേക്കുന്നതാണ്, എന്നാലും ഉള്ളിലോട്ടൊക്കെ ഈ മുളകും മഞ്ഞപ്പൊടിയൊക്കെ ശരിക്കും അങ്ങോട്ട് ഇതാവുള്ളൂ. പിന്നെ ഉള്ളിലൊക്കെ കണ്ട, ഇതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. അരമണിക്കൂറെങ്കിലും വെച്ചാൽ നല്ലോണം മസാലയൊക്കെ പിടിക്കുകയുള്ളൂ. ധൃതി പിടിച്ച് ചെയ്യരുത്. ധൃതി പിടിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പൊള്ളിക്കുന്ന മീനിനൊരു ടേസ്റ്റ് കിട്ടില്ല. ഈ മസാലയുടെ ഒരു ടേസ്റ്റൊക്കെ കിട്ടണമെങ്കിൽ ഇതുപോലെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. നമുക്ക് ഇന്നലെ ഇതിലും കൂടുതൽ മീനൊക്കെ കിട്ടിയിട്ടോ. മീനൊക്കെ അധികം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മാത്രം എടുക്കുന്നുള്ളൂ. നമ്മുടെ നല്ല കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു, അവരെ കൂടിയിട്ടാണ് നമ്മൾ മീനൊക്കെ പിടിച്ചത്. മീൻ പിടിച്ചതൊക്കെ നല്ല രസമായിരുന്നു സംഭവം. അവിടുത്തെ സ്ഥലമൊക്കെ ഒന്ന് കാണണ്ട കേട്ടോ. നല്ല അടിപൊളി ഏരിയയൊക്കെയാണ്. മസാലയൊക്കെ എടുത്തതിൻ്റെ ഉള്ളിലൊക്കെ ഇരിക്കട്ടെ അങ്ങോട്ട്. ഇതുപോലെ അങ്ങോട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. തേച്ച് പിടിപ്പിച്ചിട്ട് എന്താ അപ്പം ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് ഒരു അരമണിക്കൂർ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് ബാക്കി അടുത്ത പണികൾ ചെയ്യാം. അപ്പം മീൻ നമ്മൾ മസാല ഇട്ട് വെച്ചിട്ടുണ്ട്. മസാലയൊക്കെ പുരട്ടി ഇങ്ങനെ വെച്ചേക്കണം. അപ്പം മീൻ ഒരു അരമണിക്കൂർ വേണമല്ലോ റെഡി ചെയ്യാനായിട്ട്, ഒന്ന് മസാലയൊക്കെ പിടിക്കാനുണ്ട്. അപ്പോഴേക്കും നമുക്ക് ഈ വഴറ്റാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. നമ്മൾ ചെയ്യുന്നത് പ്രീതിയുടെ സോഡിയാക്കിലാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഈ സോഡിയാക്കിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടാവും കേട്ടോ. അപ്പം അതിനായിട്ട് 2 സവാളയുണ്ട്, പിന്നെ കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചിയുണ്ട്, കുറച്ച് വെളുത്തുള്ളിയുണ്ട്, 2 പച്ചമുളകുണ്ട്. ഇതെല്ലാം കൂടി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്താൽ മതി കേട്ടോ. അതിൽ കൂടുതൽ അരിയരുത്. അപ്പോൾ നമ്മൾ ചട്ടി എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ടിരിക്കുകയാണ്. ഇരുമ്പിൻ്റെ തവയുണ്ട് എടുത്തേക്കണം. നമ്മളിപ്പോൾ നോൺ സ്റ്റിക്കൊന്നും എടുക്കണില്ല, ഒരു നാടൻ രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുമ്പിൻ്റെ തവ എടുത്തേക്കണം. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുക്കാം.
അപ്പോൾ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് ചൂടായിരിക്കണം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചപ്പോൾ തന്നെ ആവി വറക്കണം കേട്ടോ. ഒന്ന് ഫ്ലെയിം കുറച്ചിടാം. അപ്പോൾ ഇത് നമ്മളേ ഈ കരിമീൻ മസാലയൊക്കെ തേച്ച് വെച്ചേക്കണം പൊള്ളിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ വേപ്പില അതിലേക്കൊന്ന് വെച്ച് കൊടുക്കുന്നതാണ്. എന്നുവെച്ചാൽ നല്ല ഫ്ലേവറും കിട്ടും, പിന്നെ അടുക്കി പിടിക്കാമില്ല. അതാണ് ഇതിൻ്റെ ഗുണം. ഇതിപ്പോൾ നാടൻ വേപ്പിലാണ്, നമ്മുടെ ഇവിടെ തന്നെയുള്ള നാടൻ വേപ്പിലാണ്. അതാണ് നമ്മൾ വെച്ച് കൊടുത്തേക്കണത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ കരിമീനൊന്ന് വെച്ച് കൊടുക്കാം. ഈ മസാലയൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു അരമണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. നമ്മൾ ഇതിലേക്കാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി ശരിക്കും അങ്ങോട്ട് വേഗണ്ട, അതായത് ഒരു 25% ഒക്കെ വെന്താൽ മതി. നല്ല ഡ്രൈ ആയിട്ട് ചെയ്യണ്ട നമ്മൾ, കാരണം ഇത് പൊള്ളിക്കാനുള്ളതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് 2 സൈഡും മറിച്ച് വെച്ച് അങ്ങോട്ട് മറിച്ച് തിരിച്ചും വെച്ചിട്ട് നമുക്ക് കുറേശ്ശെ വേവിച്ചെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പോൾ ഒരു സൈഡ് നമ്മുടെ റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് പതിയെ ഒന്ന് മറിച്ചിടാം. ഉണ്ടോ? ഇത്രയും വെന്താൽ മതി ഒരു സൈഡ് കേട്ടോ. കരിമീൻ നമ്മൾ മറിച്ചിട്ടുണ്ട്. നമ്മൾ വേപ്പിലേക്ക് വെച്ചേക്കുന്നതുകൊണ്ട് അടിക്കൊന്നും പിടിച്ചിട്ടില്ല. നല്ല സൂപ്പറായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ അപ്പുറത്തെ സൈഡ് കൂടി ഒന്ന് വന്നോട്ടെ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ വാഴല വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. പൊള്ളിക്കാനുള്ള വാഴല വെട്ടിയെടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് വാട്ടിയെടുക്കാം. ചിലപ്പോൾ കഴുകിയിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. ഗ്യാസിൽ തന്നെ ഇങ്ങനെ വാട്ടിയെടുക്കുന്നുണ്ട്. ഇങ്ങനെ വാട്ടിയെടുത്തിട്ട് വേണം നിങ്ങൾ വെക്കാനായിട്ട്. അതല്ലെങ്കിൽ ഇത് മടക്കിയൊക്കെ വെക്കുമ്പോഴത്തേക്കും കീറിപ്പോവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ തീയിലിങ്ങനെ വാട്ടിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കരിമീൻ ചട്ടി കിടന്ന് നല്ല സൂപ്പറായിട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉണ്ടാ നല്ല മുരിച്ചിൽ വന്നവരെ നമ്മൾ വേവിച്ചിട്ടില്ല. അപ്പോൾ അത് നമ്മൾ ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കലാണ്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ കരിമീൻ പൊള്ളിച്ചതിന് കരിമീൻ വേവിച്ചിങ്ങനെ വെച്ചിട്ടുണ്ട്, ഫ്രൈ ചെയ്തിട്ട് ഇങ്ങനെ വെച്ചേക്കലാണ്. അപ്പോൾ നമ്മുടെ ആ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഈ ഉള്ളിയും സവാളയൊക്കെ വഴറ്റിയെടുക്കുന്നത് കേട്ടോ. ഉള്ളി സവാളയൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് മസാല നേരത്തെ എടുത്ത് മാറ്റി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കിന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും, അതായത് ഈ പച്ചച്ചോവയൊക്കെ അവിടെ മാറി വരുമ്പോഴത്തേക്കും ഇട്ട് കൊടുക്കാനായിട്ടാണ്. പിന്നെ നമ്മൾ ഒരു ചെറിയ കഷ്ണം കുടംപുളിയും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുടംപുളിയും ഇതിലേക്ക് ഇടേണ്ടതാണ്. അപ്പോൾ ഇത് എണ്ണ ഇനിയിപ്പോൾ നിങ്ങൾ തികഞ്ഞില്ലെങ്കിൽ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തോട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ വെളിച്ചെണ്ണ നേരത്തെ ഒഴിച്ചതിലുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ, അല്ലെങ്കിൽ ഒരു പച്ചച്ചോവയൊക്കെ ആയിരിക്കും. അപ്പോൾ പച്ചമുളക്, 2 സവാള, കുറച്ച് ചുവന്നുള്ളി, ഇതെല്ലാം കൂടി ഇട്ട് ചട്ടിയിലിട്ട് നമ്മളിങ്ങനെ വഴറ്റിയെടുക്കുന്നതാണ്. നമ്മൾ ഇരുമ്പിൻ്റെ പഴയ തവ വെച്ചാണ് സാധനം റെഡിയാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു തേങ്ങാപ്പാലെടുത്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. നല്ല കട്ടിപ്പാൽ, നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ എടുത്തേക്കണ കട്ടിപ്പാലുണ്ട്, നമുക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളത്. അപ്പോൾ ഈ മസാലയും ഇട്ട് കൊടുക്കണം. പിന്നെ ഈ കുടംപുളി നമുക്ക് ഇതിലേക്ക് ഇടാനാണ്. അപ്പോൾ മസാല, അപ്പോൾ സവാളയും ഉള്ളിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ മസാല ഇട്ടേക്കുന്നത്. മസാലയും ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമ്മൾ ഒരു ചെറിയ കഷ്ണം കുടംപുളി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുടംപുളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കീറി എന്താ കുടംപുളി ഇട്ടിട്ട് നമ്മൾ ഇളക്കി കൂട്ടിയെടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. കുരുമുളക് പൊടി കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിയെടുക്കും നമ്മൾ. അപ്പോൾ നമ്മുടെ സവാളയും ഇതൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു തേങ്ങയുടെ പാല് കട്ടിയായിട്ടുള്ളത് നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടായി ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇനി ആവശ്യത്തിന് ഉപ്പിടാം. കുറച്ച് ഉപ്പിടണുള്ളൂ. ഞാൻ നേരത്തെ മീനിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉപ്പിടണുള്ളൂ. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ട്
ഈ ചാറ് നന്നായിട്ട് കുറുകി പറ്റി വരണ വരെ ഒന്ന് കത്തിച്ച് വെക്കാം കേട്ടോ. അതായത് പറ്റി വന്നവർ തീരുന്നോട്ടെ. എന്നിട്ടാണ് നമ്മൾ ഇനി അടുത്ത പരിപാടികളൊക്കെ ചെയ്യുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ മസാല നന്നായിട്ട് റെഡി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ വാട്ടി വെച്ച വാഴയിലേക്ക് കുറച്ച് മസാല എടുത്ത് ആദ്യം തന്നെ വെക്കണം. ആ മസാല എടുത്ത് നന്നായിട്ട് ഇങ്ങനെ പരത്തിയൊക്കെ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് കരിമീൻ എടുത്ത് മുകളിലേക്ക് വെക്കണം കേട്ടോ. നമ്മളിപ്പോൾ ഒരു മീൻ പൊരിച്ച് വെച്ച സാധനം എടുത്ത് ഇങ്ങനെ വെക്കലാണ്. അപ്പോൾ അതിൽ ഇനി ഇതിൻ്റെ മുകളിലും കുറച്ച് മസാല എടുത്ത് തേച്ച് വെക്കണം. നമ്മൾ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം ഈ മസാലയൊക്കെ. അപ്പോൾ ഈ മസാലയിലൊക്കെ ഇരുന്ന് ഇനിയും ഒന്നുകൂടി വേകാനുള്ളതാണ്. നല്ല സ്മെല്ലാണ് കേട്ടോ ഈ മസാലയുടെ വരുന്നത്. എന്നിട്ട് നമ്മൾ കറിവേപ്പില കുറച്ച് എടുത്ത് അതിലിട്ട് ഇനി നന്നായിട്ടൊന്ന് കെട്ടി പൊതിഞ്ഞൊക്കെ വെക്കണം. ഇപ്പോൾ വാട്ടിയില്ലെങ്കിൽ ഇതായാലും ഇങ്ങനെ ഇല വാട്ടിയെടുത്തില്ലെങ്കിൽ കീറിപ്പോവും. അപ്പോൾ അതുകൊണ്ടാണ് നന്നായിട്ട് വാട്ടിയൊക്കെ എടുത്തിട്ട് കെട്ടി പൊതിഞ്ഞ് വെക്കണമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 2 കരിമീനും നല്ല മസാലയൊക്കെ പുരട്ടി നന്നായിട്ട് വാഴയിലയിൽ കെട്ടി ഇങ്ങനെ പൊതിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ എടുത്ത തവ തന്നെ, ആ മസാലയൊക്കെ റെഡിയാക്കാൻ എടുത്ത തവ തന്നെ കഴുകിയെടുത്ത് അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഈ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്കാണ് നമ്മൾ വെളിച്ചെണ്ണ നമ്മുടെ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ പൊതിഞ്ഞ് വെച്ച കരിമീൻ എടുത്തിട്ട് ഇതിലേക്ക് കൂടെ വെച്ച് കൊടുക്കുക. അപ്പോൾ 2 വശവും ഇല നന്നായിട്ട് മുരിഞ്ഞ് വരുന്നവരെ വേഗണം കേട്ടോ. അപ്പോൾ 2 സൈഡ് നന്നായിട്ട് അങ്ങോട്ട് മുരിഞ്ഞ് വരട്ടെ. ഇതിന് ശേഷം എങ്ങനെയാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ അധികം വലിച്ചു നീട്ടുന്നില്ല. ഫ്രണ്ട്സ്, വെളിച്ചെണ്ണ കുറവാണെങ്കിൽ ഒരു ഇത്തിരി കൂടെയൊക്കെ സൈഡിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് റെഡി ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് അഴിച്ച് നോക്കാം. അഴിക്കണതിന് മുമ്പ് തന്നെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. കെട്ടൊന്നും അഴിഞ്ഞിട്ടില്ല കേട്ടോ. നന്നായിട്ട് നമ്മൾ വാഴയുടെ തണ്ടുകൊണ്ട് തന്നെയാണ് വള്ളിയൊക്കെ എടുത്ത് കെട്ടി വെച്ചത്. അപ്പോൾ അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് എന്തായാലും നല്ല അടിപൊളി സംഭവമാണത്. നല്ല ചൂടാണ് കേട്ടോ. നല്ല ആവി പറക്കണ ചൂടാണ്. ഇത്തിരി വലുതായതുകൊണ്ടേ ഇതിൽ കൊള്ളുന്നില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് ഞാൻ പ്രതീക്ഷിക്കണേ. ഉണ്ടോ, മസാലയൊക്കെ പിടിച്ച് നല്ല സൂപ്പറായിട്ടിരിപ്പുണ്ട്. ഇങ്ങനെ ചരിച്ച് വെക്കാം. ഒരു വലുതും ഒരു ചെറുതുമാണ് നമ്മൾ എടുത്തത്. എൻ്റെ കൈ പൊള്ളുന്നുണ്ട്. ആഹാ, എന്താ ചൂടുന്നൊക്കെ. നല്ല മണവും വരുന്നുണ്ട്. ആ മസാലയുടെ മണവും അതിൻ്റെ കൂടെ കൊടമ്പുളി ഒരു ചെറിയ കഷ്ണം ഇട്ടിട്ടുള്ളെങ്കിലും ഉണ്ടല്ലോ, നല്ല ഫ്ലേവറാണ് വരുന്നത്. എന്താ സാധനം നോക്കിയാൽ മസാല ചൂടാണ് കേട്ടോ. എന്താ കൈ പൊള്ളിയിട്ടും പാടില്ലേ. സൂപ്പർ സാധനമാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പോൾ കരിമീൻ പൊള്ളിച്ചതുപോലെ നിങ്ങൾക്ക് പിലോപ്പി അങ്ങനെയുള്ള എന്തെങ്കിലും മീനൊക്കെ ഇതുപോലെ പൊള്ളിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം എനേബിൾ ചെയ്യണം. ഇതൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.